ഇന്ന് നമ്മുടെ മൊസണ്ടൻ ട്രിപ്പിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞ ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ബോട്ട് നിർത്തിയത്. ഇവിടെയാണ് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് ആക്ടിവിറ്റി ആയ ബനാന റൈഡിൽ ഞങ്ങൾ കയറി. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങ് പീക്ക് ലെവലിലായിരുന്നു. അപ്പം വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഇതിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുകയൊക്കെ ചെയ്തു. അനങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ എല്ലാവരും കൂടി എല്ലാവരും അലച്ചു കെട്ടി വീണു. പക്ഷെ ജാക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല, വളരെ സേഫാണ്. അപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ വീണുകൊണ്ട് അവർ വീണ്ടും ബോട്ട് തിരിച്ച് ഞങ്ങളുടെ അടുത്തെത്തി. ഞങ്ങളെ ഒന്നും കൂടെ ആ സ്പീഡ് ബോട്ടിൽ കയറ്റി. അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു ബനാന റൈഡ് ഞങ്ങൾക്ക് വേണ്ടി കണ്ടിന്യൂ ചെയ്തു. അതൊരു ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സേഫായിട്ടുള്ള ഒരു സംഭവമാണ്. നാടൻ വെയിലേ കൊച്ചു പെണ്ണെ കുയിലാളെ കൊച്ചു വേണം കുങ്കൽ വേണം പറയണം. അങ്ങനെ മൊസണ്ടൻ ട്രിപ്പിൻ്റെ കയാക്കിങ്ങിലാണ് ഞങ്ങളിപ്പോൾ. ശരിക്കും എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. ഇല്ല പോട്ടെ, നമുക്കറിയാലോ അവിടേക്ക് പോട്ടെ. അതിൻ്റെ സൈഡിലൊക്കെ എന്നാ നോക്കാം. ഞങ്ങൾ പോയപ്പോൾ ഞണ്ടുണ്ടായിരുന്നു. ഈ മുന്നിൽ കാണുന്നത് ശരിക്കും ഒരു എന്താണ്, ഒരു ഒറ്റപ്പെട്ട ഒരു ഐലൻഡ് പോലെയാണ്. അങ്ങോട്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ബോട്ടേലല്ലാതെ വേറെ പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു.
ബൈക്ക് ഞണ്ട് ഇനി അതോട്ടെ വേണം കോടി തോരണങ്ങൾ വേണം വിജയശ്രീരാളിതരായി വരുന്നു ഞങ്ങൾ അരയെന്ന കിളി പോലെ കുതിച്ചു പായും കുതിര പോലെ അറിയാത്ത തലതട്ടറിയാത്ത കാവലൻ നീതാ ജയിച്ചു വന്നു കൊച്ചുവെന്നെ കുയിലാതെ കൊച്ചു വേണം തുണൽ വേണം കുഴൽ വേണം പമ്പയിലെ പൊന്നോളങ്ങൾ ഓടി വന്നു പുണരുന്നു വെയിൽ നദിയിന്മേൽ കൊണ്ടു തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു തെങ്ങൽ വന്നു മരം തരുന്നു വേണം 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 വള്ളങ്ങളിൽ പേരുകള് കയ്യിലൊരു കിഴക്ക് എടാ നിങ്ങൾ ഒരുമിച്ച് കയറുവാണോ നിങ്ങൾക്ക് ഒരാൾ ഇവിടെ ഒരാൾ അവിടെ ആയിട്ട് കയറുവാണോ നേരെ നേരെ മാളു സൈഡിൽ പിടി ചേട്ടൻ മാറി നീ അടിക്കൂ പൊങ്ങിച്ചടിക്കൂ ഞാൻ എടുത്തറിയാം ആ റെഡി 1 2 3 ആ അടി ഓടി മാറ കാരണം എന്നാ കറിയോ Where? Up there.
Be very good. Okay, guys, slowly. Excuse me. I'm going. Two people coming. I'm going to have one more. Okay. Are we going to have one more? സ്പീഡ് ബോട്ടില്ല. വീഡിയോ എടുക്കാൻ Andy and Mommy. Body and the Salute. ഞങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിപ്പാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഡോൾഫിൻ്റെ പരിപാടികൾ വരുന്നത്. അപ്പം ഫുഡ് കഴിക്കുവാണ്. അപ്പം ഞങ്ങളുടെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബോട്ട് നേരെ കുറച്ചുകൂടെ മുന്നോട്ടെടുത്തു. നമ്മൾ ആ ഒരു പാർക്ക് ചെയ്തേക്കണ സ്ഥലത്തുനിന്നും നേരെ ഇനി അങ്ങ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. പാട്ടൊക്കെ കേട്ട് നല്ലൊരു അടിപൊളി ഒരു വൈബാണ്. ക്ഷീണിച്ച അവസ്ഥയായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അതുപോലെ ഏറ്റവും നല്ല വാട്ടർ ആക്ടിവിറ്റീസ് ആയിരുന്നു കേട്ടോ. ശരിക്കും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു വാട്ടർ ആക്ടിവിറ്റീസ് ആണ്. പോകുന്ന വഴിക്ക് നല്ല കാറ്റാണ്. ഭയങ്കര കാറ്റാണ്. ഒരു പ്രത്യേകതരം ഒരു മൗണ്ടൻ ആണ്. വേറെ എന്തോ ഒരു ഷേപ്പിലിരിക്കുന്നത്. നല്ല അടിപൊളി. ഇവിടെ എങ്ങും കാണാത്തൊരു ഒരു ടെറൈനാണ് കേട്ടോ. മൂടാ ആണോ?
ഒരു കേവ്. ഓ അടിപൊളി. Banana, buy a banana to eat. ഫൈനലി അവരും തിരിച്ചു കാണിച്ചു അതിനെ. ഒക്കത്താ ദൂരത്തോളം ഇങ്ങനെ കടൽ കിടക്കുകയാണ്. ചൂണ്ടയിടയിൽ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. If you see that. ചൂണ്ടയിടയിൽ മാമാങ്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിരിച്ചുള്ള യാത്രയിലാണ്. ഇനി കുറച്ചു നേരം ബോട്ട് ഓടിക്കില്ല എന്ന് വേണ്ട, അതും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു. ഓൾമോസ്റ്റ് ഞങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും തീർന്നിട്ട് ഞങ്ങളിപ്പം തിരിച്ചു പോകുന്ന വഴിയിലാണ്. ഡോൾഫിനെയൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ഒരു 50-50 ചാൻസ് എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ഡോൾഫിനെ ഒന്നും കണ്ടില്ല. പിന്നെ ഫിഷ് മീൻസ് ചൂണ്ടയിട്ടിട്ടാണെങ്കിലും പ്രത്യേകിച്ച് മീനൊന്നും കിട്ടിയില്ല. എനിവേ ഒരു ഫുൾ ഡേ ശരിക്കും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് എത്തും. ഈവനിങ് ആയി, പക്ഷെ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂസാണ്. അധികം ആളുകളില്ല, നല്ലൊരു മൗണ്ടൻ ഏരിയ ആണിത്. മുസണ്ടം ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം ബോർഡറിൽ നല്ല ക്യൂ ഉണ്ട്. അപ്പം അതില് ബോർഡറിന്റെ ചെക്കിങ് കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കൊടുക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടൂർ പാക്കേജ് നല്ല വെൽ മാനേജ്ഡ് ആയിരുന്നു. ടൂറ് ഓർഗനൈസ് ചെയ്ത മുസണ്ടം ടൂർസ് സ്റ്റാഫ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. അവരുടെ ഫുഡ് എല്ലാം ഓവറോൾ സൂപ്പർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കാണുക. അതിന്റെ ഫോൺ നമ്പറും എല്ലാം നല്ല ഇവരുടെ സ്റ്റാഫിന്റെ ഒക്കെ ആണെങ്കിലും ഓവറോൾ അവരുടെ ഡീലിങ്സ് എല്ലാം വളരെ നല്ലതാണ്. പിന്നെ ആ കാണുന്നതാണ് UAE. നമ്മളിപ്പോ നിൽക്കുന്നത് ഒമാനിലാണ്. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.